സന്ദീപ് വാര്യർ തന്നെയാണ് വിഷയം. വാര്യർക്ക് എന്താ ഇവിടെ കാര്യമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വാര്യർക്കാണ് കാലം. കഷ്ടകാലം എന്നല്ലാതെ എന്താണ് പറയുക? കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിരുന്നത് കിട്ടിയതുമില്ല എന്നൊരവസ്ഥയാണ് വാര്യർക്ക്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മീഡിയ മലയാളം ഒരു വാർത്ത ചെയ്തിരുന്നു. സത്യത്തിൽ അതിൻ്റെ അടിയിൽ വന്ന കമന്റുകളാണ് വീണ്ടും ഇത്തരം ഒരു വാർത്ത ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം വാര്യറെ ഇനി BJPക്ക് വേണ്ട, BJP തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയ ഇവനെയൊക്കെ ആരാണ് നോക്കുന്നത്? BJPയുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഒരുത്തനും BJPയിലേക്ക് വരണ്ട, വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് കമന്റുകളുമായി രംഗത്തെത്തിയത്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അതിനിടയിൽ കണ്ട ഒരു വാർത്തയാണ് അത്. രാജീവ് ചന്ദ്രശേഖർ ഒരു ഫോൺ കോൾ വിളിച്ചു, ഓടി ചാടി സന്ദീപ് വാര്യർ BJPയിലേക്ക് എന്നൊരു വാർത്തയാണ് കണ്ടത്. അതൊരു എന്താ പറയുക, ഹെഡ്ലൈൻ മാത്രമാണ്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും രാജീവ് ചന്ദ്രശേഖർ എന്താ പറയുക, സന്ദീപ് വാര്യർ ഇല്ലാതെ BJP ഒരു അടി മുന്നോട്ട് പോകില്ല, അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സന്ദീപ് വാര്യരോട് കരഞ്ഞ് കാല് പിടിച്ചു പറഞ്ഞു, ഒന്ന് BJPയിലേക്ക് വന്ന് BJP രക്ഷപ്പെടുത്തും മോനെ, കോൺഗ്രസിനെ രക്ഷപ്പെടുത്തിയതുപോലെ അതുകൊണ്ടൊന്ന് വന്ന് രക്ഷപ്പെടുത്തൂ, എന്നിട്ട് വേണം നമുക്ക് BJPയെ വളർത്താൻ, നീ ഇല്ലാതെ BJP തളർന്നു പോവുകയാണ്, വളരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സന്ദീപ് വാര്യരുടെ കാല് പിടിച്ചു. നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ ഒഴിഞ്ഞു മാറി എന്നൊക്കെയാണ് നമ്മൾ ആ വാർത്ത കാണുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഒരു BJP പ്രവർത്തകർ പോലും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട BJPയെ സ്നേഹിക്കുന്ന BJPയിലെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ BJPയിലെ അണികൾ ഒരാൾ പോലും സന്ദീപ് വാര്യർ പോയതിനെ കുറിച്ചോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ പോയത് തിരിച്ചു വരണമെന്നോ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സന്ദീപ് പോയത് പോയി. സന്ദീപ് എന്തിനാണ് പോയത് എന്നുള്ളത് നന്ദേട്ടൻ നമ്മുടെ മീഡിയ മലയാള പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ്. അതിനപ്പുറം സന്ദീപ് വാര്യർ പോയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് തനിക്ക് കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ പാർട്ടിയിൽ നിന്ന് കിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമായതുകൊണ്ട്. അതായത് BJPയിലെ അണികൾ മുഴുവൻ ആഗ്രഹിക്കുന്നത് പാർട്ടി വളരണമെന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട്. ആ വളർച്ചയാണ് അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്നത്. സ്ഥാനമാനങ്ങൾക്കപ്പുറം വർഷങ്ങളോളം ഈ പാർട്ടിക്ക് വേണ്ടി കിടന്ന് മരിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരാരും ഒരിക്കലും എനിക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് പറഞ്ഞ് വന്നിട്ടില്ല. പക്ഷെ പലരും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പാർട്ടിയെ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറെ പേരാണ് ഈ പാർട്ടിയുടെ നാശത്തിനും കാരണമെന്നത് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും സന്ദീപ് വാര്യരെ BJP സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചിട്ടില്ല എന്നത് സ്ഥിരീകരിക്കാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സന്ദീപ് വാര്യരെ പാർട്ടിക്ക് വേണ്ട. കാരണം സ്നേഹത്തിന്റെ കടയിലേക്ക് ഓടിക്കയറി സന്ദീപ് വാര്യർ. അതായത് BJP വെറുപ്പിന്റെ ഫാക്ടറിയാണ്. നരേന്ദ്രമോദി വെറുപ്പിന്റെ നേതാവാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയോടൊപ്പം അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ വക്താവായി ലീഗിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സന്ദീപ് വാര്യരെ ഇനി ആരുമില്ലെന്ന് പറഞ്ഞാലും BJPയിലേക്ക് വേണ്ട എന്നാണ് BJPക്കാർ പറയുന്നത്. മാത്രമല്ല KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് BJPയെ വളർത്താമെന്ന് ആരും കരുതണ്ട, അത് നടക്കാത്ത കാര്യമാണ് മോനെ എന്ന് കൃത്യമായി പറയുകയും ചെയ്തു. അതായത് സന്ദീപ് വാര്യർ കിട്ടിയ ഏറ്റവും നല്ല അടിയാണ് KC വേണുഗോപാലിന്റെ കയ്യിൽ നിന്ന്. KC വേണുഗോപാൽ കൃത്യമായി പറഞ്ഞു, KC നമുക്കറിയാം മുഖ്യമന്ത്രി എന്നാകും എന്ന് പറഞ്ഞ് KC ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുകയാണ്. അതിന് ഇവിടെ നിന്നൊന്നും പറ്റാത്തതുകൊണ്ട് ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിന്ന് രാഹുൽ ഗാന്ധിക്ക് ലോകത്തില്ലാത്ത മണ്ടത്തരം എല്ലാം പറഞ്ഞു കൊടുത്ത് ആ മനുഷ്യനെ ലോകത്തിന് മുഴുവൻ മുന്നിൽ നാണം കെടുത്തി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും KC വേണുഗോപാലിന് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ രാഹുൽ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുകയാണ്. അടുക്കളക്കാരനായും കുശനിക്കാരനായും രാഹുലിന്റെ പെട്ടി പിടിക്കാനും ഒക്കെ ആയിട്ട് ഒരാൾ വേണം. അത് മാത്രമല്ല, അതിനപ്പുറം രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം വിചാരിച്ചാൽ മാത്രമേ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയാകാൻ കഴിയൂ. ഇനി കേരളത്തിലാണെങ്കിൽ സതീശനും ചെന്നിത്തലയും സുധാകരനും ഒക്കെ ഇങ്ങനെ കുപ്പായം തുന്നിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ശശി തരൂറും ഒരു 4-5 എണ്ണം തുന്നി വെച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ തരൂറാണ് ഇവരുടെയൊക്കെ മുഖ്യ ശത്രു. കാരണം വിവരവും വിദ്യാഭ്യാസവും വിശ്വഭവനും കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതും വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചായാലും കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക എല്ലാ മേഖലയിലും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തെ നയിക്കാൻ കഴിവുള്ള ഒരാൾ ശശി തരൂറാണ്. അപ്പോൾ ശശി തരൂറിനെ എങ്ങനെയെങ്കിലും കേന്ദ്രം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ആകെക്കൂടി ചമ്മി നാറിപ്പോകും. അതുകൊണ്ട് എങ്ങനെയും അത് തടയിടാനാണ്. തരൂർ മോദി സ്നേഹിയാണ്, തരൂർ പിണറായി സ്നേഹിയാണ്, ഡബിൾ എഞ്ചിൻ കളിക്കുകയാണ്.
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരൂരിനെതിരെ ഇടയ്ക്കിടയ്ക്ക് രംഗത്ത് വരുന്നത്. ആ KC വേണുഗോപാൽ കൃത്യമായി പറഞ്ഞു, മോനെ സന്ദീപേ, നീ കോൺഗ്രസിൽ നിന്ന് പ്രവർത്തിക്കുന്നെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പ്രവർത്തിക്കേ, ഇവിടെ ഇരുന്നു കൊണ്ട് BJP വളർത്താമെന്ന് നീ വിചാരിക്കരുത്, അത് നടക്കാത്ത കാര്യമാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഓരോ ദിവസവും BJP നന്നാവാനായി പോസ്റ്റിട്ട് കളിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണോ നിന്റെ വിചാരം? ആ വിചാരമൊക്കെ 14 മടക്കി കെട്ടി വച്ചേണ്ടടുത്ത് വച്ചോ, ഇങ്ങോട്ടിറക്കണ്ട. ഇവിടെ കോൺഗ്രസിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. നമുക്കറിയാം സന്ദീപ് വാര്യർ BJP-യിൽ വളരെ ആക്റ്റീവായ ഒരാളായിരുന്നു. BJP-യുടെ ചാനൽ ചർച്ചകളിലൊക്കെ BJP-ക്ക് വേണ്ടി ഘോരമായി പ്രസംഗിക്കുന്ന ആളായിരുന്നു സന്ദീപ് വാര്യർ. പിന്നീട് അദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അദ്ദേഹം 2 കോടിയോളം രൂപ CPM-നോട് ചോദിച്ചപ്പോൾ CPM പറഞ്ഞു അതിനുള്ള സാധനമൊന്നും ഇതില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും കോടി തന്ന് വിലയ്ക്ക് വാങ്ങേണ്ട ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞപ്പോൾ കോൺഗ്രസ് BJP-ക്ക് ഇട്ടൊരു പണി കൊടുക്കാം എന്ന് കരുതിയത്. സന്ദീപ് വാര്യർ പോയി കഴിഞ്ഞാൽ പാർട്ടി ഒന്നടങ്കം തീർന്നു എന്നാണ് കോൺഗ്രസ് കരുതിയത്. പക്ഷേ അവിടെ നിന്നൊന്നും പാർട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. BJP കുറച്ചുകൂടി ജനസ്വാധീനമുള്ള ആളുകളെ കൂടെ നിർത്തണ്ടേ എന്ന് ചോദിച്ചാൽ, കൂടെ നിന്നിട്ട് കാല് വാരുന്ന ആളുകൾ എവിടെ ഉണ്ടെങ്കിലും അവരെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് എന്നുള്ളത് BJP നേരത്തെ തന്നെ എടുക്കുന്ന തീരുമാനമാണ്. പിന്നെ ഇവിടെ ഒരു സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ BJP-ക്കോ അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന BJP നേതാക്കൾക്കോ ഒന്നും സംഭവിക്കാനില്ല. 2014 മുതൽ ഇന്ത്യ മാറിയ മാറ്റം എങ്ങനെയാണ്? അതൊരു BJP-കാരനല്ല, ഒരു CPM-കാരനായാലും ഒരു കോൺഗ്രസ്സുകാരനായാലും പ്രത്യക്ഷത്തിൽ പറയില്ലെങ്കിൽ പരോക്ഷമായി സമ്മതിക്കുന്ന കാര്യമാണ് ഇന്ത്യയുടെ മാറ്റം എന്താണെന്നുള്ളത്, എല്ലാ മേഖലയിലുമുള്ള ഇന്ത്യയുടെ മാറ്റം എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ കൃത്യമായ നിലപാടുകൾ എടുക്കാൻ ഇന്ത്യക്ക് അറിയാം. സന്ദീപ് വാര്യർ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്, കാരണം വക്താവാക്കി ഒരു സൈഡിൽ ഒതുക്കി, പിന്നീട് KPCC-യുടെ ജനറൽ സെക്രട്ടറി ആക്കാമെന്നൊക്കെ പറഞ്ഞ് ഇതുവരെ അത് ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കാലം ഇതിൻ്റെ അകത്ത് നിന്ന് പ്രവർത്തിച്ചിട്ട് ഞങ്ങൾക്ക് തരാത്ത സ്ഥാനം ഇന്നലെ വന്നു കയറി ഒരുത്തന് കൊടുത്തുകൊണ്ട് അങ്ങനെ ആളാക്കാൻ നോക്കണ്ട എന്ന് പാർട്ടി പ്രവർത്തകർ പറഞ്ഞതോടെ അത് പോയി. ഇനി 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സ്ഥലം കൊടുക്കാം ഇലക്ഷനിൽ നിന്ന് മത്സരിക്കാൻ, അതായിരിക്കാം സന്ദീപ് വാര്യർ കോൺഗ്രസ് നൽകിയിരിക്കുന്ന വാഗ്ദാനം. അവിടെ വാര്യർ ജയിച്ചില്ലെങ്കിൽ വാര്യർക്ക് കോൺഗ്രസിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് നന്നായി അറിയാം. അതൊരു വശം അവിടെ നിൽക്കട്ടെ. പക്ഷേ BJP സന്ദീപ് വാര്യറെ തിരിച്ചു വിളിച്ചു. BJP-ക്ക് സന്ദീപ് വാര്യർ ഇല്ലാതെ പറ്റില്ല, BJP-ക്കാർ മുഴുവൻ സന്ദീപ് വാര്യർക്ക് പുറകിലാണ്, സന്ദീപേ ഒന്ന് വാ എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വാർത്തകൾ അതെന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല. സന്ദീപ് വാര്യർക്കൊപ്പം നിൽക്കുന്നതാണോ BJP-ക്കൊപ്പം നിൽക്കുന്നതാണോ എന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ്.